ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാന കറണ്ട് അഫേഴ്സ് എന്ന്. 2025 മാർച്ചിൽ 7.7 തീവ്രതയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമാറും തായ്ലാൻഡുമാണ്. 2025 മാർച്ചിൽ 7.7 തീവ്രതയിൽ ശക്തമായ ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയത്. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? കേരളത്തിൻ്റെ സ്ഥാനം 13ആണ്. പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയത് ഹരിയാനയും കേരളത്തിൻ്റെ സ്ഥാനം 13മാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 ലോക നാടക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തിയേറ്റർ ആൻഡ് എ കൾച്ചർ ഓഫ് പീസ്. തിയേറ്റർ ആൻഡ് എ കൾച്ചർ ഓഫ് പീസ്. ലോക നാടക ദിനം മാർച്ച് 27ആണ്. അതിൻ്റെ പ്രമേയമാണ് തിയേറ്റർ ആൻഡ് എ കൾച്ചർ ഓഫ് പീസ്. 2025 മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാജീവ് ഗൗബയാണ് നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ എവിടെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത്? മുണ്ടക്കലാണ്. കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത്. എവിടെയാണ്? കൊല്ലത്തുള്ള മുണ്ടക്കലാണ്. 2025 മാർച്ചിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് പദമഴ എന്ന പ്രതിഭാസം ഉണ്ടായത്? തൃശ്ശൂരാണ്. 2025 മാർച്ചിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് പദമഴ എന്ന പ്രതിഭാസം ഉണ്ടായിരുന്നത്? അത് തൃശ്ശൂരാണ്. രോഗങ്ങൾ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഡിജിറ്റൽ സംവിധാനം ഏതാണ്? എപ്പിഫോമാണ്. രോഗങ്ങൾ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ്? 369 രൂപയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിൽ 400 രൂപയാണ്. കേരളത്തിൽ 369 രൂപയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഹരിയാനയിൽ എത്രയാണ്? 400 രൂപയാണ്. ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ 2025 സംരംഭത്തിൻ്റെ 6ാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ 2025 സംരംഭത്തിൻ്റെ 6ാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായതാരാണ്? സഞ്ജയ് കുമാർ മിശ്രയാണ്. 2025 മാർച്ചിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത്. കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? KGS ആണ് കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ്. 2025 സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സുനിൽ കുമാർ നേടിയ മെഡൽ ഏതാണ്? വെങ്കലാണ്. സുനിൽ കുമാർ നേടിയ മെഡൽ വെങ്കലമാണ്. ഏതിനാണ്? സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സുനിൽ കുമാർ നേടിയ മെഡലാണ് വെങ്കലം. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡാറ്റ പൂളിംഗ് എക്സസൈസ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? തൊഴിൽ മന്ത്രാലയമാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡാറ്റ പൂളിംഗ് എക്സസൈസ് ആരംഭിച്ച മന്ത്രാലയം. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം എവിടെയാണ്?
തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിഭ സ്ഥാപിച്ച സംസ്ഥാനം. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കുമാറാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്രയാണ്. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ഏതാണ്? വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മയാണ് 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഉജ്ജ്വല എന്ന കുരുവി. ഉജ്ജ്വല എന്ന കുരുവിയാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ഭാഗ്യചിഹ്നം. 2025 കബഡി ലോകകപ്പ് വിഭാഗം ജേതാക്കൾ ആരൊക്കെയാണ്? ഇന്ത്യയാണ്. 2025 പുരുഷ കബഡി ലോകകപ്പ് വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് ജി ശശിധരനാണ്. ജസ്റ്റിസ് ജി ശശിധരനാണ് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? നോർവേയാണ്. നോർവേയാണ് അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം. 2025 മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥാണ്. എസ് സോമനാഥാണ് 2025 മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ISRO ചെയർമാൻ. UGCയുടെ കാറ്റഗറി ഗ്രേഡ് 1 ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? MG യൂണിവേഴ്സിറ്റിയാണ്. MG യൂണിവേഴ്സിറ്റിയാണ് UGCയുടെ കാറ്റഗറി ഗ്രേഡ് 1 ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭയിൽ പാസാക്കിയ ദിവസം എന്നാണ്? 2025 മാർച്ച് 25 സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭയിൽ പാസാക്കിയ ദിവസം. 2025 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. 2025 മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ആകെ 274 ഉപഗ്രഹങ്ങൾ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ശനിയാണ്. ശനിക്ക് 274 ഉപഗ്രഹങ്ങളുണ്ട്. പ്രചണ്ഡ് പ്രഹാർ 2025 വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലാണ് പ്രചണ്ഡ് പ്രഹാർ 2025 വേദി. പ്രചണ്ഡ് ലഘുയുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചതാരാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് പ്രചണ്ഡ് ലഘുയുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത്. 2025 ഹൂറോൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് ആണ് 2025 ഹൂറോൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതാണ്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ്. ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം. ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഏതാണ്? ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രമാണ് സന്തോഷ്. 2025 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജഗദീഷാണ്. ജഗദീഷാണ് 2025 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്. 2025 മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാജീവ് ഗൗബയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രാജീവ് ഗൗബയാണ് 2025 മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചതാരാണ്? യുവയാണ് രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചത്. മധുരയിലെ ശ്രീ മദനേന്ദേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഫോട്ടോ ബുക്ക് ഏതാണ്? നമോ ഗണപയാണ് മധുരയിലെ ശ്രീ മദനേന്ദേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഫോട്ടോ ബുക്ക്. 2026-27 അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിലുള്ള വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2026-27 അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിലുള്ള വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ഏതാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിച്ച പരിപാടി ഏതാണ്? ബാൽപൻ കി കവിതയാണ്. കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിച്ച പരിപാടി. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാനയാണ്. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. നാഷണൽ ഇ-വിധാൻ ആപ്ലിക്കേഷൻ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത് IISc ആണ്. സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത് IISc ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫുള്ളായിട്ട് എല്ലാവരും ക്ലാസ് കാണുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.